ഗൈസ് നമ്മുടെ ഉടുപ്പൊക്കെ കടിച്ച് കീറിയിട്ടുണ്ട്. ഇതിനാണ് ഗൈസ്. അപ്പോൾ ഈ സീൻ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിയർ ആയി കാണും. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ചേട്ടൻ ആരെങ്കിലും ഒരാളൊന്ന് ഫസ്റ്റ് ഒന്ന് വന്ന് നോക്കാം, നമുക്ക് തൊട്ട് നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മുടെ അഭിനവ് എന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അഭിനവ് എന്നിട്ട് ഇവൻ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് വിചാരിക്കത്തില്ല ഡോഗ്സ്. അങ്ങനെ വിചാരിച്ച് അവൻ ചെന്ന് വലിയ വെച്ചാൽ ആളെ ഫസ്റ്റ് പ്രവീൺ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല, പിന്നെ നമ്മളോട് ഇണങ്ങുകയും ചെയ്യും. പക്ഷേ ഇവൻ ഫസ്റ്റ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺഫിഡൻസ് കാണിച്ച് കൈയൊന്ന് തൊടാൻ വേണ്ടി ഒന്ന് പൊക്കി. അന്നേരം ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ആൾ വിചാരിച്ചത് ആളെ ചാലഞ്ചിന് വിളിച്ച പോലെ. അങ്ങനെയാണ് ഷർട്ട് കയറിയത്. അല്ല വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കാരണം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അതൊരു മെമ്മറി കിടക്കും. അയാളുടെ പിന്നെ ആ ഒരു അടുത്ത തവണ വരുമ്പോൾ ഇതിനെക്കാട്ടിൽ ദേഷ്യത്തോടെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പം അഥവാ ഞാനില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോൾ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇവർ വന്നതെന്ന് പറയുന്നത് നമുക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ആ ഒരു ഉടുപ്പിൽ പിടിച്ചതെന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു വിഷമമായിപ്പോയി. കാരണം ഇച്ചിരി ദൂരെ നിന്നാണ് വരുന്നത്, തൊട്ടടുത്തല്ലല്ലോ, നടന്നു വന്നതല്ല. എങ്ങനെ വന്നേ? ബസ്സിലൊക്കെ വന്നതാണ്. അതുകൊണ്ടിട്ടായിരിക്കും ഒന്നും വരാനായിരുന്നു. എന്തായാലും ഇന്ന് ഞങ്ങൾ ഒരിടത്ത് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അടുത്ത ഒരു ദിവസം തീർച്ചയായിട്ടും ഒരു ദിവസം കൂടെ വരണേ, ഒരു മോനും കൂടെ വരണേ ഒരു ദിവസം വരുമ്പോൾ. അവരുടെ വീട്ടിൽ ഡോഗ് ഉള്ളതാണ്, ഒരു സ്പിക്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 3 പേരെടുത്തേ ആരുടെടുത്തെങ്കിലും ഇവിടെ ടച്ച് ചെയ്യാൻ വേണമെങ്കിൽ ടച്ച് ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ആദ്യം ധൈര്യമായിട്ട് വന്നതേവായിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള റിയാക്ഷൻ കണ്ടപ്പോൾ ഒരു ഇതായിരുന്നേ ഉള്ളൂ. അടുത്ത തവണ വരുമ്പോൾ ഓക്കെ ആയിരിക്കത്തില്ലേ? ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടങ്ങി ഒതുങ്ങിയിരുന്നാണ് കേട്ടോ. ഇപ്പോഴും താണ്ട എയിം ചെയ്തിരിക്കും, നോക്കിയിരിക്കുക. ഇങ്ങോട്ട് അടുത്ത് നിൽക്കുന്ന ആളിനെ അല്ല നോക്കുന്നത്, അവളെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടാ. അത് നോക്ക്, കണ്ട. ആ ചെറിയ മോൻ്റെ അടുത്ത് പ്രോബ്ലം ഇല്ല കേട്ടോ. ആ ചെറിയ മോനോട് പ്രശ്നമൊന്നുമില്ല. ആ ഏജിലുള്ള പിള്ളേരെ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പിള്ളേരെ കൂടെ കളിക്കുന്നതാ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുമ്പം കുഞ്ഞുള്ള സമയത്ത് അവൾ ഇച്ചിരി ഒരു പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡോഗിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഇപ്പം എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യമേ ടച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. അടുത്ത് വന്ന് നിൽക്കുക. അവരാദ്യം നമ്മളെ സ്മെല്ല് ചെയ്ത് അവർ ഓക്കെ ആയി കഴിയുമ്പോൾ അവർ നമ്മളെ ടച്ച് ചെയ്യും. അതിന് ശേഷമേ ടച്ച് ചെയ്യാവുള്ളൂ. ആദ്യമേ ടച്ച് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു പാഠമായിട്ട് എടുത്താൽ മതി. അതെന്താ കടിച്ച്? അങ്ങനെ കടിക്കാറില്ല. ഏതാണ്ട് ഇഷ്ടപ്പെടാത്തേ. അത് ആദ്യമേ തൊടാൻ പോയാനാ. ഞാൻ തൊടിയിക്കുന്നതിന് മുമ്പേ തൊട്ടാലേ ആദ്യം കൈ കാണിക്കില്ലയോ? കൈ കാണിക്കാൻ പിടിക്കാഞ്ഞത്. ബാക്കി എല്ലാവരും കൂട്ടില്ല, ഉറക്കമാക്കും. കുഴപ്പമില്ല. വേറെ എന്നെ ഞാൻ നമ്പർ തരാം, എന്നെ വിളിച്ചിട്ട് വന്നാലേ. നമ്മൾ ആദ്യം വരുമ്പോഴേ നമ്മൾ കൈ കാണിച്ചുകൊണ്ട് വരരുത്, അത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഓക്കെ ആവും. ഷർട്ട് മാറ്റി തരാം കേട്ടാ. വേണ്ട, അത് കുഴപ്പമില്ല. എവിടെ വീട്? എവിടെ? മൈനാപ്പള്ളി. അവിടുന്ന് വരുവാന്നോ? ആഞ്ഞിനെ കൂടുക, ഒരുമിച്ച് പഠിക്കുവാന്നോ? അവിടെ ഇരുന്നോ? ഓക്കെ. എല്ലാം മേളില്ലേ? ആ മരത്തിലോട്ട് നോക്കി. ഓക്കെ, അവിടെ ചാരി ഇരുന്നോ? ഓക്കെ. കൈ ചേർത്ത് പിടിക്കണ്ട, അവിടെ ആ മേളിൽ വെച്ചു. ലെഫ്റ്റ് കൈ മടി വെച്ചു. ഓക്കെ ചേച്ചാ, ഇവിടെ കയറി അനങ്ങല്ല കേട്ടാ. അവളെ നോക്കണ്ട, ഞാൻ പറയുമ്പോ നോക്കിയാ ചേച്ചാ. കിടന്നോ? ചേച്ചാ വാ വാ. അനങ്ങണ്ട. ചേച്ചാനോ? വെരി ഗുഡ്. Down. 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 Wow.
ഭയങ്കര ഇഷ്ടമാണ് ആശാട്ടിക്കത്. ഒരു കുഴപ്പമില്ല. ഏതാ ഒരു വെള്ളമുണ്ട്. കുഴപ്പമില്ല. ഇതിനൊക്കെ അതിനും അതിൻ്റെ ആ എല്ലാം കുത്തിവെച്ച് എല്ലാവിധ രോഗങ്ങൾക്ക് പോലും ഉള്ള മരുന്ന്. ഉടുപ്പേ കടിച്ചാടാ. വീട്ടിൽ രോഗമുണ്ടോ? ഏതാ? പേടിച്ചിരിക്കുന്ന എവിടെയാ? അവളൊന്നും ചെയ്തില്ല. ആദ്യമേ മുഖത്ത് നോക്കി വന്നപ്പോഴത്തേക്ക് അവളെ ചലഞ്ച് അവിടെ കിടന്നോളാം. പറ അവിടെ കിടന്നോ, മടി കിടന്നോ. പേടിക്കണ്ട. അവർക്ക് ഈ നെഞ്ചിരിപ്പൊക്കെ കേൾക്കാം. അല്ല, അയാള് പേടിക്കാതെ ആദ്യം വന്നതായിരുന്നു. ഇവിടെ സ്വഭാവം കണ്ടിട്ട് അവിടെ കിടന്നോ. മുളയല്ല എൻ്റെ അടുത്തോട്ട്. കുഴപ്പമില്ല. ചെല്ല്, പ്രസാദത്ത് വെക്കും. ചെല്ലങ്ങ്. എന്തുവാ? ഇപ്പൊ തേടിച്ചിരിക്കുവല്ല. ഓക്കെ, ആണോ? ചാടി എണീക്കല്ലേ, ചാടി എണീച്ചാൽ വരും. നല്ല സീനിലല്ലേ? ഇതിനാണ് അത്ര അടുപ്പോ തോന്നിയിട്ടില്ല. ഓടല്ലേ ഇതാടി ആവശ്യമില്ലാതെ പണി. വേണ്ട, അതിന്റെ തോളിലോട്ട് കയറണ്ട. തോളെ കയറണ്ട. കുളം കര കര കുളം 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 കുളം കര. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ. കുളം കര കര കുളം 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 കുളം കര. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ പ്രവീൺ ചേട്ടൻ ഉടുപ്പും കാലിലൊക്കെ കയറിപ്പോയി. പ്രവീൺ ചേട്ടൻ തന്നെ കണ്ടിരുന്നപ്പോൾ സങ്കടം ഉണ്ടെന്ന് പ്രവീൺ ചേട്ടൻ പറഞ്ഞു. പിന്നെ പ്രവീൺ ചേട്ടൻ നമ്മുടെ ചെറുക്കന് ഉടുപ്പും കാലിലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു, ഞങ്ങൾ കാരണം ചേട്ടന് ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.